പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല ഖത്തർ ദിനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സഭായോഗമായി നമുക്ക് ഒന്നിച്ചു കൂടി വരുവാനും ദൈവവചനം കേൾക്കുവാനും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഒരു നല്ല പ്രഭാതം, നല്ലൊരു കത്തനും കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയപ്പോൾ തന്നെ ഇന്ന് പകൽ ഈ ദൈവവചന ശുശ്രൂഷ ശ്രമിക്കുന്ന ദേശത്തും വിദേശത്തും മറ്റ് രാജ്യങ്ങളിലുള്ളവരെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. എല്ലാവർക്കും ഈ ദൈവവചനം അനുഗ്രഹമായി മാറട്ടെ. ലോകമെമ്പാടും ഇന്ന് കർത്താവിനെ പാടി ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ആഴ്ചയിൽ 6 ദിവസം നാം അധ്വാനിക്കുന്നു. 7-ാം നാളിൽ നാം ദൈവസേനയിൽ കടന്നു വന്ന് ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളും നന്മകളും, ദൈവം നമുക്ക് തന്ന ആരോഗ്യവും ബലവും സൗഖ്യവും, മരണകരമായ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ അവിടുന്ന് ദൈവം നമ്മെ വിടുവിച്ചു കൊണ്ടുവന്നതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സഭായോഗം എന്നൊക്കെ പറയുന്നത് അതൊരു ചടങ്ങല്ല, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തോട് നന്ദി അർപ്പിക്കുന്നതാണ്. നാം ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും തുടർന്ന് വീണ്ടും ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവം അടുത്തൊരു ശുശ്രൂഷയ്ക്ക് കൂട്ടി വരുത്തണം വരെ നമുക്ക് ദൈവത്തിന് ആനന്ദിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു സഭായോഗം ദൈവം നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പങ്കെടുക്കുന്നവരുണ്ട്, ഓൺലൈനിൽ പങ്കെടുക്കുന്നവരുണ്ട്. വലിയ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. നമ്മൾ അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുക. 71-ാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എന്റെ പാറയും എന്റെ കോട്ടയും ആകുന്നുവല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നന്ദി സൂചകമായ, ഹൃദയം നിറഞ്ഞ, ഹൃദയത്തിൽ ആവേശമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് നമ്മൾ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിന്റെ ചരിത്ര പശ്ചാത്തലം ഒന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഹല്ലേലൂയ, ഒരു മനുഷ്യന്റെ വാർദ്ധക്യ കാലഘട്ടത്തില് ഹല്ലേലൂയ താൻ പാടിയ ഒരു ഹല്ലേലൂയ സങ്കീർത്തനമാണ്. സങ്കീർത്തനക്കാരന്റെ വാർദ്ധക്യ കാലഘട്ടത്തിൽ എഴുതിയ സങ്കീർത്തനമാണ്. പേരില്ലാത്ത സങ്കീർത്തനങ്ങളെല്ലാം ദാവീദിന്റെ സങ്കീർത്തനങ്ങളാണ് നമ്മൾ പറയുന്നത്. ഹല്ലേലൂയ. വാർദ്ധക്യകാല സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. എഴുത്തുകാരൻ ആരാണെന്ന് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം വ്യക്തമല്ലെങ്കിലും സൂചനയൊന്നുമില്ലെങ്കിലും ഹല്ലേലൂയ 9-18 വാക്യങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ വയോവൃദ്ധന്റെ വാക്കുകളാണ്. തിമോത്തിയോസ് 2-ാം ലേഖനത്തിലുള്ള പൗലോസിന്റെ അനുഭവങ്ങളോട് സാദൃശ്യം വഹിക്കുന്ന വാക്കുകളാണ്. ഈ സങ്കീർത്തനത്തിൽ കാണുന്നത് ഇതിന്റെ എഴുത്തുകാരൻ വൃദ്ധനായ ദാവീദായിരിക്കണം. അപ്പം പുതിയ നിയമത്തിൽ ചില ഭാഗങ്ങളിൽ ചേർത്ത് വെക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം വാർദ്ധക്യകാല സംരക്ഷണത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ദൈവത്തിന് പ്രസാദകരമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യമാണല്ലോ. അപ്പൊ നമ്മൾ ഓരോ പ്രായത്തിന്റെ ഓരോ ഘട്ടങ്ങളെ കടക്കുമ്പോഴും ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയണം. ഹല്ലേലൂയ. നമുക്ക് അനുദിനം ജീവിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന കൃപകൾ എത്ര വലുതാണ് നമ്മൾ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്വന്തം ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ നമ്മുടെ പ്രയത്നം കൊണ്ടോ ഒന്നും നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. നമ്മെ ഈ ഭൂമിയിൽ നിലനിർത്തുവാൻ കഴിയുന്ന സൃഷ്ടമായി ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം ഫലസമൃദ്ധിയോടെ കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുക. വിശ്വസിക്കുന്ന ദൈവമക്കളെ സ്തോത്രം പറഞ്ഞാട്ട് വചനം വായിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ടാകണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ സഹായത്തിനു വേണ്ടിയുള്ള നിലവിളിയ ഭക്തന്റെ ആശ്രയം വിശ്വാസവും ദൈവത്തിലാണ്. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അഥവാ ഒരു ഭക്തൻ, അവന്റെ ആശ്രയം, അവന്റെ വിശ്വാസം എവിടെയാണ്? ദൈവത്തിലാണ്. ലോക മനുഷ്യർ ലോകത്തിൽ ആശ്രയം വെച്ച് ഇവിടുത്തെ പ്രമുഖ നേതാക്കന്മാരിലും മതങ്ങളിലും മനുഷ്യരിലുമൊക്കെ ആശ്രയം വെക്കുമ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആശ്വാസവും അവന്റെ വിശ്വാസവും എല്ലാം അവനെ വീണ്ടെടുത്ത ദൈവത്തിനാകട്ടോ. ഹല്ലേലൂയ. അപ്പം വർത്തമാന കാലത്തെ പ്രവൃത്തിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈ വർത്തമാന കാലഘട്ടത്തിലാണല്ലോ. അപ്പൊ വർത്തമാന കാലഘട്ടത്തിലെ പ്രവൃത്തിയാണ് വിശ്വാസം. അല്ലേ? അപ്പം ദൈവമായി എത്രമാത്രം വിശ്വാസം നിങ്ങൾക്ക് പുതുക്കാമോ, എത്രമാത്രം ദൈവമായി വിശ്വാസത്തിൽ ബന്ധപ്പെട്ട് നിൽക്കാമോ, അത്രമാത്രം ഈ കാലഘട്ടത്തിൽ ദൈവമായിട്ട് വിശ്വാസത്തിൽ ബന്ധപ്പെട്ട് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്.
നമുക്ക് ലോകത്തിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്, പലരുമായിട്ടും ബന്ധങ്ങളുണ്ട്. അങ്ങനെ പലരുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും നിത്യമായി സ്വർഗത്തിലെത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നാം നിത്യമായി സ്വർഗത്തിലെ പർദീസയിൽ നമ്മൾ കർത്താവിനോട് കൂടെ നിത്യത മുഴുവൻ ചെലവഴിക്കണമെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവുമായി ബന്ധമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വീട്ടുകാർ പ്രാർത്ഥിച്ചതുകൊണ്ടോ സഭ പ്രാർത്ഥിച്ചതുകൊണ്ടോ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചതുകൊണ്ടോ നമുക്ക് വ്യക്തിപരമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയത്തില്ല ദൈവത്തോട്. വ്യക്തിപരമായി ബന്ധം നമ്മൾ സ്ഥാപിക്കണമെങ്കിൽ നാം വ്യക്തിപരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയൊക്കെ വ്യക്തിപരമാണ്. ഹല്ലേലൂയ. ചിലരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു അത് അച്ഛൻ പ്രാർത്ഥിച്ചോളൂ, അമ്മ പ്രാർത്ഥിച്ചോളും, അത് ചേച്ചി പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ പറയും. അതെ, അവരൊക്കെ പ്രാർത്ഥിക്കുന്നല്ല, അല്ലേ സ്തോത്രം. അവര് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിനക്ക് വ്യക്തിപരമായി ബന്ധം ദൈവത്തോട് പുതുക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. വ്യക്തിപരമായി ബന്ധം നമ്മൾ ദൈവത്തോട് പുതുക്കണമെങ്കിൽ നാം ദൈവത്തോട് ചേർന്ന് വ്യക്തിപരമായി ബന്ധം തന്നെ പുലർത്തണം. എന്താണ് ദൈവത്തോട് വ്യക്തിപരമായി ബന്ധം പുലർത്തുക എന്ന് പറയുന്നത്? നാം ദൈവസന്നിധിയിൽ മാറിയിരുന്ന ദൈവത്തോട് മാത്രം പ്രാർത്ഥനയിൽ നമ്മുടെ കാര്യങ്ങൾ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ശാരീരിക, മാനസിക, ആത്മീയ, ഭൗതിക മേഖലകളെക്കുറിച്ച് നാം ദൈവമായി പങ്കുവെക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ അരികിലേക്ക് ചെവിചായിച്ച് നമ്മുടെ പ്രാർത്ഥന കാതോർത്തിരിക്കുന്ന നല്ലൊരു പിതാവുണ്ട് കേട്ടോ. രക്തം ചെയ്യും. ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ഒരുപാട് സങ്കടത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയെ, ഒരുപാട് നിരാശയിലൂടെ നീ കടന്നു പോകുന്ന വ്യക്തിയാ. ജീവിതത്തിൽ ഒരുപാട് നിന്ദകൾ, അപമാനങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ആമേൻ. ഒരു ആശ്രയമില്ലാതെ, ആശ്വാസമില്ലാതെ നീ ഭാരപ്പെട്ടു പോകുകയല്ലേ? അതിന് നടുവിൽ നീ ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം പുലർത്തുന്നെങ്കിൽ ലോകം നിന്നെ തഴഞ്ഞാലും ദൈവം നിന്നെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. അപ്പം ദാവീദിന്റെ വാർദ്ധക്യകാലത്തിലെ ഒരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന വാർദ്ധക്യത്തിലയക്കുന്ന മാതാപിതാക്കളോട് പറയട്ടെ, നിങ്ങളുടെ കൗമാരം, നിങ്ങളുടെ യൗവനം, നിങ്ങൾ യൗവനത്തിൽ ഉഭയസമ്മത ഉടമ്പടിപ്രകാരം വിവാഹം ചെയ്ത് കുടുംബജീവിതത്തിൽ ഉപേക്ഷിച്ച് ദൈവം നിങ്ങൾക്ക് മക്കളെ തന്നു കഴിഞ്ഞപ്പോൾ മക്കൾ യൗവനപ്രായത്തിൽ എത്തുന്നിടം വരെ മക്കൾക്ക് നിങ്ങളെ ആവശ്യമായിരുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ചോര വിയർപ്പാക്കി നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് പണിയെടുത്ത് അധ്വാനിച്ച് നിങ്ങളുടെ മക്കളെ തീറ്റിപ്പോറ്റി വളർത്തി അവരെ നല്ലതായിട്ട് പഠിപ്പിച്ച് നല്ല നിലയിലെത്തി നല്ല ജോലിയായി അവരെ വിവാഹം കഴിച്ച് അയച്ചവർക്ക് മക്കളായി ഒക്കെ കഴിഞ്ഞപ്പോൾ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ മക്കൾക്കും വേണ്ട, മരുമക്കൾക്കും വേണ്ട. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ വാർദ്ധക്യത്തിലായിരിക്കുന്നതിന്റെ ജീവിതം ഒറ്റപ്പെട്ട അനുഭവത്തിലാണോ, വാർദ്ധക്യത്തിൽ നിരാശയിലാണോ കടന്നു പോകുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദാവീദിനെ പോലെ നീ ദൈവത്തോട് വ്യക്തിപരമായൊരു ബന്ധം സ്ഥാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് വ്യക്തിപരമായൊരു ബന്ധം നമുക്കുണ്ടെങ്കിൽ നിന്നെ പരാജയപ്പെടുത്തും ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. വിശ്വസിച്ച് കരമടിച്ചൊക്കെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാകട്ടോ. ദൈവം നമ്മുടെ യാചന കേൾക്കുന്നവരാ. ദൈവം നമ്മുടെ കണ്ണുനീര് കാണുന്നവരാ. അവൻ നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്നവരാ. ഹല്ലേലൂയ. അപ്പം ദാവീദിന്റെ പ്രാർത്ഥന എത്ര ശക്തമാണ്. ഹല്ലേലൂയ. അപ്പം വ്യക്തിപരമായ ബന്ധം നമുക്ക് ദൈവത്തോടുണ്ടാണ്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന നമ്മുടെ ദീനത്തെ സൗഖ്യമാക്കും. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന നമ്മുടെ ഭയത്തെ പുറത്താക്കും. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ശത്രുവിനെ ജയിപ്പാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനത്തെ നീക്കും, ഭയത്തെ മാറ്റും. വിശ്വാസ പ്രാർത്ഥന നമുക്ക് സമാധാനം കിട്ടുന്നതാണ്. ഹല്ലേലൂയ. അപ്പം ഭക്തന് എപ്പോഴും വന്നു പാർക്കുവാനുള്ള അഭയസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയാണ്. അതാണ് 71 സംഖ്യ 2-ാം വാക്യം വായിച്ചത്. ഹല്ലേലൂയ. അവിടെ എന്താണ് വായിച്ചത്? ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടിവിക്കണമേ, നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എന്നെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന്. 3-ാം വാക്യം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നമുക്കൊരു അഭയസ്ഥാനം ആവശ്യമാണ്. എപ്പോഴും വന്ന് പാർക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നോക്കി നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ പോലും എപ്പോഴും വന്ന് പാർക്കുന്നവിടെ വീട്ടിലുള്ള ഒരു കുറ്റം പറയും. ഇനി നമ്മൾ ബന്ധക്കാരുടെ, വീട്ടുകാരുടെ, സ്വന്തക്കാരുടെ ഒക്കെ വീട്ടിലേക്ക് ചെന്ന് നമ്മൾ 1-2 ദിവസമൊക്കെ നിന്ന് പിന്നെ ചോദിക്കുക എപ്പോഴാണ് പോകുന്നത് ചോദിക്കും. അതിൻ്റെ ഒരു സ്വന്തം എപ്പോഴാണ് പോകുന്നത്, വീട്ടിലൊക്കെ എന്തുകൊണ്ട് വിശേഷം, നമ്മൾ വിശേഷം ചോദിക്കുക എപ്പോഴാണ് പോകുന്നതാ. പിന്നെ അപ്പൊ എപ്പോഴും വന്ന് പാർക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ പോലും നമുക്ക് ചിലപ്പോൾ അനുയോജ്യമായത് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ദാവീദ് പറയുന്നത്, ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ, എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു, നീ എന്റെ പാറയും എന്റെ കോട്ടയുമാകുന്നുവല്ലോ. അതേ സ്നേഹിത, അതേ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന മാതാപിതാവ്, എപ്പോഴും അത് പാർക്കുവാൻ പറ്റിയ ഒരിടമുണ്ടെങ്കിൽ അത് ദൈവസന്നിധി മാത്രമാകട്ടോ. എൻ്റെ ഏരിയ ലോകക്കാരൊക്കെ പറയും, ഞാനൊക്കെ ഈ പലയിടത്തും ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴേ പലരും ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ കാണാറുണ്ട്. എൻ്റെ ഏരിയ ചില കുടുംബത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ വിശ്വാസികളുടെ കുടുംബത്തിലേക്ക് കീറി ഇറങ്ങുമ്പോഴൊക്കെ അവർ ചോദിക്കാറുണ്ട്, അവരും പറയാറുണ്ട്, നമുക്കൊക്കെ എപ്പോഴും ഒരു വിടുതലെന്ന്.
അല്ലേലിയ. നമുക്കൊരു വിടുതലുണ്ട്. നമുക്ക് എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഒരു സ്വർഗ്ഗം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ, ഒരു പർദീസ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ചില കഷ്ടതയിലൂടെ കടന്നു പോകണം. പ്രൈസലോ. ഇവിടെ ചില കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ദൈവസന്നിധിയിൽ ആശ്രയിപ്പാൻ ഒരു നല്ല ഇടം കണ്ടെത്താൻ പറ്റുള്ളൂ. കഷ്ടത എന്നൊക്കെ പറയുന്ന ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നാം ദൈവത്തോട് ചേർന്ന് വയ്ക്കണം. ഭക്തൻ എപ്പോഴും വന്ന് പാർക്കുമുള്ള അഭയസ്ഥാനമാണ് ദൈവസന്നിധി. എപ്പോഴും അഥവാ ഇടവിടാതെ എന്ന വാക്ക് സംഗീതക്കാരൻ ആവർത്തിച്ച് പറയുന്നത് ഈ സംഗീതത്തെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് എപ്പോഴും ദൈവത്തോട് സമാധാനം ഉണ്ടായിരിക്കണം. നമ്മളതിന് ദൈവത്തോട് എന്ത് ചെയ്യണം? ആമേല് നന്ദി പുലർത്തിക്കൊണ്ട് ദൈവത്തെ നമ്മൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവർക്ക് മാത്രമേ നിത്യതയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഈ യാക്കോബിന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണും. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിൻമഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഒരു കൃഷിക്കാരനെ ഇവിടെ സാമ്യപ്പെടുത്തിയാ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ പ്രത്യക്ഷത ദീർഘക്ഷമയോടെ എന്തിനായാലും കാത്തിരിക്കണം. എനിക്ക് കേൾക്കുന്ന മാതാവ്, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്, നീ ഉപവസിക്കുന്ന വിഷയത്തിന്, നിന്റെ മക്കളെ കുറിച്ച്, നിന്റെ ഭർത്താവിനെ കുറിച്ച്, നിന്റെ ഭാര്യയെ കുറിച്ച്, നിന്റെ ഭാവിയെ കുറിച്ച്, നിനക്കൊരു നല്ല ജോലിയെ കുറിച്ചൊക്കെയാണോ നീ ചിന്തിക്കുന്നത്? അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? കർത്താവിന്റെ പ്രത്യക്ഷ ദീർഘക്ഷമയോടെ കാത്തിരിക്കണമെന്ന് അമിത് യാക്കോബ് പറയുന്ന പോലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കിട്ടുന്നിടം വരെ നീ ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. ചിലർക്കൊക്കെ അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ ഉടൻ മറുപടി കിട്ടണമെന്നാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉടൻ മറുപടി കിട്ടുകയല്ലെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് ദൈവപ്രസാദം ഉണ്ടാകണം. ഹല്ലേലൂയ. മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് വിശുദ്ധി ഉണ്ടായിരിക്കണം. പ്രൈസലോ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ജൽപരമായി മാറുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ, പ്രാർത്ഥനയ്ക്കകത്ത് ദൈവസാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ, ഏകാഗ്രത നഷ്ടപ്പെടുമ്പോൾ, നിർമ്മലത നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. പ്രൈസലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഏകാഗ്ര ഹൃദയത്തോടെ, നിർമ്മലതയോടെ, ഭയഭക്തിയോടെ, വിശുദ്ധിയോടെ നമ്മൾ ദൈവത്തോട് ചേർന്ന് ദീർഘക്ഷമയോടെ ഇരിക്കണം. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് പ്രവർത്തിക്കാൻ അധിക സമയം വേണ്ട. രക്തം ചെയ്യും. പ്രൈസലോ. നിരാശപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളൊക്കെ പലപ്പോഴും ചൊല്ലി, മറുപടി വല്ലതും കിട്ടുമോ പാസ്റ്റേ? പിന്നെ നമുക്ക് മറുപടി ഇല്ലാതെ നമ്മൾ പിന്നെ പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ. മറുപടി ഇല്ലാത്ത പ്രാർത്ഥന നമുക്കില്ല. നമ്മൾ ചെയ്യുന്ന ജൽപ്പനമുള്ള നമ്മുടെ എല്ലാ പ്രാർത്ഥിക്കും നമ്മുടെ കർത്താവ് മറുപടി തരും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്, ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി മദ്ദ ചെയ്യാറുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഹല്ലേലൂയ, ദൈവം മറുപടി നൽകും. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നാം കർത്താവിന്റെ പ്രത്യക്ഷത ദീർഘക്ഷമയോടെ ഇരിക്കണം. നാം കടന്നു പോകുന്ന കഷ്ടതയിലും, നാം കടന്നു പോകുന്ന സകല കഷ്ടതയിലും ഹല്ലേലൂയ ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. ഹല്ലേലൂയ. നാം കടന്നു പോകുന്ന സകല കഷ്ടത എന്ന് പറയുമ്പോൾ നമ്മുടെ ശാരീരിക, മാനസിക, ആത്മീയ, ഭൗതിക മേഖലയിലെല്ലാം ഒരുപാട് കഷ്ടതകൾ കടന്നു വരാം. ശാരീരികമായി നിന്നെ ബലഹീനപ്പെടുത്താൻ, ശാരീരികമായി നിന്നെ അസ്വസ്ഥമാക്കാൻ, മാറാ രോഗങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. ഒരുപാട് അസ്വസ്ഥത നിന്റെ ജീവിതത്തിൽ നിന്നെ ബാധിച്ചേക്കാം. ഹല്ലേലൂയ. സാമ്പത്തികമായി ഞെരുക്കങ്ങൾ വന്നേക്കാം. ഹല്ലേലൂയ. അധ്വാനത്തിൽ നിന്നൊന്നും കിട്ടിയെന്ന് വരത്തില്ല. കൃഷി നഷ്ടപ്പെട്ടേക്കാം, ജോലി നഷ്ടപ്പെട്ടേക്കാം, ജീവിതത്തിൽ നീ ചെയ്ത ജോലിക്കനുസരിച്ച് സാലറി നിനക്ക് കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ എല്ലാ നിലയിലും അവന് കഷ്ടത അനുഭവിക്കുമ്പോഴേ ആ വിഷയത്തെ നീ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസലോ. എന്നിട്ട് പറഞ്ഞ, കർത്താവേ, ഞാൻ കടന്നു പോകുന്ന ഈ സകല കഷ്ടതയിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണമേ എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോൾ ആമി കർത്താവിന്റെ പ്രത്യക്ഷ കാത്തിരിക്കാൻ യാക്കോബ് പറയുന്ന പോലെ നീ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നെങ്കിൽ തമ്പുരാൻ അത്ഭുതം ചെയ്യും. ഞാൻ ഈ ദൈവത്തിൽ പ്രസംഗിക്കാൻ നേരത്ത് ഹല്ലേലൂയ എന്റെ മനസ്സിൽ കൂടെ ഒരുപാട് ഭാരം കടന്നുപോയി കേട്ടോ. ഹല്ലേലൂയ. ഒരുപാട് ഭാരം. ഇപ്പം ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്തിന് തുടങ്ങുന്ന മുമ്പ് ഒരുപാട് ഭാരം എൻ്റെ മനസ്സിൽ വന്നു. ഭാരം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഹല്ലേലൂയ. അപ്പം ദൈവം എന്നോട് പറഞ്ഞത്, ഞാൻ നമ്മളിപ്പം വായിക്കുന്നത് 55-ാം സംഖ്യ 22-ാം വാക്യം, നിന്റെ ഭാര്യ യഹോവയുടെ ലഭിച്ചു കൊടുക്കുക, അവൻ നിന്നെ പുലർത്തും. ഇന്ന് പകൽ മാതാവി, നിന്റെ ഭാര്യ യഹോവയുടെ വെച്ചു കൊടുക്കുക, അവൻ നിന്നെ പുലർത്തും. നീ നീതിമാനാണെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ നീതിമാനാണെങ്കിൽ, നീതിയുള്ളവനാണെങ്കിൽ നീ കുലുങ്ങിപ്പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. രക്തം ചെയ്യും. ശ്വാസം ഉണ്ടാവും. ശ്വസിക്കണം. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാന്ന. ഹല്ലേലൂയ. മാർത്തയുടെയും മറിയുടെയും ജീവിതം പഠിച്ച് നമുക്കറിയാൻ കഴിയില്ലോ. തങ്ങളുടെ സഹോദരൻ മരിച്ചുപോയി. അല്ലെങ്കിൽ കല്ലറയില 4 ദിവസമായി നാറ്റം വെച്ചു.
ഇനിയും പുറത്തെടുത്താൽ അതിൽ ജീവൻ കിട്ടുമെന്നൊന്നും അവർക്ക് വിശ്വാസമില്ല. പക്ഷെ നമ്മുടെ കർത്താവ് പറഞ്ഞതുവാ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണും. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ വിശ്വസിക്കുന്നോ? കർത്താവിനെ വിശ്വസിക്കുന്നെങ്കിൽ, നീ ദീർഘക്ഷമയോടെ ഇത് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നിനക്ക് വേണ്ടി ചില വഴികളെ തുറക്കാൻ പോവുകയാണ്. ദൈവം നിനക്ക് വേണ്ടി ചില വഴികളെ തുറക്കാൻ പോകും. മനുഷ്യൻ അടച്ച ചില വഴികൾ നിന്റെ മുമ്പിൽ ദൈവം തുറക്കാൻ പോവുക. ദൈവം നിന്റെ മുമ്പിൽ ചില വഴികൾ തുറന്നാൽ അത് ശത്രുവിനെ അടയ്ക്കാൻ കഴിയത്തില്ല. പല വാതിലുകൾ ഇതിന്റെ മുമ്പിൽ അടഞ്ഞിട്ടുണ്ട്. വാതിലുകൾ ഇതുപോലെ ദൈവം തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിനക്ക് മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വഴികൾ, നിനക്ക് മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളിൽ ദൈവം തുറന്നാൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ കഷ്ടതകൾ മാറി. പ്രൈസ് സ്തോത്രം പറഞ്ഞിട്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മസംതൃപ്തി ഉണ്ടാകണം. പ്രൈസ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മസംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. രക്തജയം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ പ്രത്യക്ഷത വരുന്ന കാത്തിരിക്കണം. സകല കഷ്ടതയിലും നാം കടന്നുപോകും. സകല കഷ്ടതയിലും ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. കർത്താവ് നിങ്ങൾക്കൊരു ദർശനം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നാൽ, കർത്താവ് നിങ്ങൾക്ക് ഒരു നല്ല ദർശനം തന്നാല് ആ ദർശനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. പ്രൈസ്. ഇന്ന് പല ആളുകൾക്കും ദർശനം കണ്ടാൽ അറിയത്തില്ല, സ്വപ്നങ്ങൾ കണ്ടാൽ അറിയത്തില്ല. പലരും സ്വപ്നം കണ്ടിട്ട് പിറ്റേ ദിവസം പറയും, പാസ്റ്റർ ഞാൻ കഴിഞ്ഞ രാത്രി ഒരു സ്വപ്നം കണ്ടു, പക്ഷെ മറന്നുപോയി. ഒരു ദർശനം കണ്ടു, അതിനെക്കുറിച്ച് പാസ്റ്റർക്ക് എന്താ വല്ലതും പറയാൻ പറ്റുമോ? അങ്ങനത്തെ പലർക്കും ദർശനം കണ്ടാൽ, സ്വപ്നം കണ്ടാൽ പലരും മറന്നു പോകുന്നു. പലർക്കും അതിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാൽ ഇത് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, ദൈവം നിനക്ക് ഒരു ദർശനം തന്നാൽ, ദൈവം നിനക്ക് സ്വപ്നം തന്നാൽ, ദൈവം നിനക്ക് ഒരു ആലോചന തന്നാൽ, ആ ആലോചനയ്ക്ക് വേണ്ടി, സ്വപ്നത്തിന് വേണ്ടി ആ ദർശനം ദീർഘക്ഷമയോടെ കാത്തിരുന്നാൽ, ഹല്ലേലൂയ, അതിന്റെ നടുവിൽ ദൈവം ഇറങ്ങി വരുമെന്ന്. കാത്തിരിപ്പ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമുക്കെല്ലാം ഉടനെ വേണമെന്നുള്ളതാണ്. പക്ഷെ വേദവസം പഠിപ്പിക്കുന്നത് നമ്മൾ കാത്തിരിക്കണം. ഞാൻ യഹോവയ്ക്ക് കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായി കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റുന്നവനെ വിടുവിച്ചെന്ന സംഗീതക്കാരൻ 40 പറയുന്നത്. അപ്പൊ നമുക്ക് കാത്തിരിക്കാൻ കഴിയുന്നെങ്കിൽ ആ കാത്തിരിപ്പിന് മറുപടിയുണ്ട്. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാ സഹോദര സഹോദരി, നീ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴും അതുപോലെ വിദേശ രാജ്യങ്ങൾ മറ്റെവിടെ നിന്ന് ഈ വചനം നീ കേൾക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരോടെ പറയട്ടെ, നീ കാത്തിരുന്നാൽ കാത്തിരിപ്പിനൊരു മറുപടിയുണ്ട്. അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി രാത്രിയിൽ ബാങ്കിലോ അല്ലെങ്കിൽ കടയ്ക്കോ കാത്തിരിക്കുക, രാത്രി മുഴുവൻ കാത്തിരിക്കുക. ആ കാത്തിരിപ്പിൽ അവസാനം ഒരു പ്രഭാതം ഉണ്ട് എന്ന് പറഞ്ഞ് നിന്റെ ഈ കാത്തിരിപ്പിനപ്പുറത്തൊരു മറുപടി ദൈവം തരാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ വളരെ പ്രതീക്ഷയുള്ളവരായിരിക്കണം. ദൈവം നിങ്ങളെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഉയരങ്ങളിലേക്ക് നടന്ന് കയറുന്നൊരനുഭവം, ഉയരങ്ങളിലേക്ക് പറന്നുയരുന്നൊരനുഭവം, നിങ്ങൾ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഒരു അനുഭവം, അങ്ങനെയൊക്കെ ചില ദർശനങ്ങൾ കാണുന്നതല്ല. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ കർത്താവിന് തീരുമാനമുണ്ട്. പ്രൈസലോ. എത്ര കാലമായി എൻ്റെ മകനൊരു ജോലിയില്ല, എൻ്റെ മകൾക്കൊരു ജോലിയില്ല, എൻ്റെ കുടുംബം തകർന്ന് തരിപ്പണമായി, എൻ്റെ ജീവിതം നിരാശപ്പെട്ടു, ഞാൻ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധിയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെടുന്ന എത്ര കാലമായി. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവം നിന്നെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടിയതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ ഹല്ലേലൂയ ഉയർത്തി. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നമ്മെ ഉയർത്തുന്നവനാണ്. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മ നമ്മെ ഉയർത്തുന്നു. പാട്ടുകാരൻ എന്താ? ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ നിന്നോട് ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്ന് രക്ഷിച്ചു എന്ന പാട്ടുകാരൻ പാടിയതല്ലേ. ഹല്ലേലൂയ. അപ്പൊ നിൻമഹാകൃപയ്ക്കായി, ഹല്ലേലൂയ, നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു എന്നൊക്കെ നമ്മൾ ധ്യാനിച്ച് പാടുന്നൊരു പാട്ടുണ്ട്. എന്നിട്ടെന്താ? നിൻമഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻമഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ ഭാരപ്പെടുന്ന വിഷയം, ഇന്ന് പകൽ നീ സങ്കടപ്പെടുന്ന വിഷയം, ഹല്ലേലൂയ, ആ വിഷയത്തിന്റെ നടുവിൽ യേശു വലിയവ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ചില നന്മകളെ ദൈവം തുറക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് കാത്തിരിക്കണം. അപ്പൊ നിറവേറുവാൻ കഴിയുന്ന പ്രവചനങ്ങൾ മാത്രമേ, ദൂതുകൾ മാത്രമേ കർത്താവിനോട് സംസാരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിന് നിറവേറുവാൻ കഴിയുന്നത് ആ ദൂതുകൾ മാത്രമേ പറയത്തുള്ളൂ. അല്ലേ? പലരുടെ ജീവിതത്തിൽ ദൂത് നിറവേറിയില്ലെങ്കിൽ, പലരുടെ ജീവിതത്തിൽ പറഞ്ഞ പ്രവചനം നിറവേറിയില്ലെങ്കിൽ അത് ദൈവം തന്ന പ്രവചനമല്ല, ദൈവം തന്ന ദൂതുമല്ല.
നമ്മുടെ കർത്താവ് പറഞ്ഞ മുഴുവൻ നിറവേറുക തന്നെ ചെയ്യും. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ വായിച്ചു നോക്കിയാട്ട് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ദൈവം പറയുന്ന ആലോചന എല്ലാം നിറവേറിയതാണ്, നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും നിറവേറാൻ പോകത്തില്ല. അതുകൊണ്ട് നിന്നോട് അറിയിച്ച ദൂത് ദൈവത്തിന്റെ ആത്മാവാണ് അറിയിച്ചെങ്കിൽ, നിന്നോട് പറഞ്ഞ പ്രവചനം ദൈവാത്മാവാണ് പ്രവചനമായി പറഞ്ഞെങ്കിൽ അത് നിറവേറുക തന്നെ ചെയ്യും. പക്ഷെ അതിന് നീ ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൂതുകൾ കളവാണെന്നും പറഞ്ഞില്ല, പ്രവചനം തെറ്റെന്നും പറഞ്ഞില്ല. പക്ഷേ അത് ദൈവമാണ് പറഞ്ഞതെങ്കിൽ അതിനുവേണ്ടി ദീർഘക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഏത് ദൂത് കേട്ടാലും ഏത് പ്രവചനം കേട്ടാലും അതിനുവേണ്ടി നീ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, നീ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. നമ്മൾ ഈ യെശയ്യാവിന്റെ 40:30 യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറുമെന്നാണ്. ഹല്ലേലൂയ. അപ്പൊ കാത്തിരിപ്പിനൊരു മറുപടി ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ കർത്താവ് പറയുന്ന എല്ലാ ദൂതുകളും നിറവേറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കാത്തിരിക്കുന്ന സമയം ഹല്ലേലൂയ നിനക്ക് കഷ്ടമായി തോന്നിയാലും, അല്ലേ, നമ്മൾ ഈ കാത്തിരിക്കുന്ന ആ സമയം ചില കഷ്ടമായിട്ടൊക്കെ തോന്നും, സങ്കടമായിട്ടൊക്കെ തോന്നും, വേദനയായിട്ട് തോന്നും. എന്നാൽ ഒടുവിൽ അതിന്റെ ഫലം ഏറ്റവും അനുഗ്രഹമായിരിക്കും. നിന്റെ കാത്തിരിപ്പ് നിനക്ക് ഒരുപാട് കഷ്ടമായിട്ട് തോന്നിയാലും അതിന്റെ അവസാനം നല്ല ഫലവത്തുള്ളതായിരിക്കും. ഹല്ലേലൂയ. അതാണ് നമ്മൾ ദൈവത്തെ വായിക്കുന്നത്. ഹല്ലേലൂയ. ആമി കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻവഴിയും പിൻവഴിയും അതിന് കിട്ടുമ്പോഴും ദീർഘക്ഷമയോടെ ഇരിക്കുന്നവരെ. കൃഷിക്കാരനൊരു വിത്ത് വിതച്ചു. ഹല്ലേലൂയ. ആ വിത്ത് വിതച്ചിട്ട് അവൻ കാത്തിരിക്കുകയാണ്. അതിന് മുൻവഴി പിൻവഴി കിട്ടുന്ന നനഞ്ഞ വിത്ത് മുളച്ചു, അതിൽ ചെറിയ തൈയായി അത് വളരുവാൻ തുടങ്ങി. അങ്ങനെ വളർന്ന ചെടിയായി ഹല്ലേലൂയ അത് വലിയ വൃക്ഷമായി മാറുന്നു. അതിൽ നിന്ന് പിന്നെ ഫലം പുറപ്പെടുവിക്കുന്നു. ആ കൃഷിക്കാരന്റെ മനസ്സിൽ വളരെ സന്തോഷം ഉണ്ടാകുന്നത് പോലെ നീ കാത്തിരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്നാണ് ദൈവാത്മാവ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ കൈവിട്ട് കളയത്തില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാ, ദൈവം നിന്നെ കൈവിട്ട് കളയത്തില്ല. നിന്നെ എല്ലാവരും കൈവിട്ട് കളയും. മനുഷ്യനായി ഭൂമി ജനിച്ച എല്ലാവരും നിന്നെ കൈവിട്ട് കളയും. പക്ഷെ കർത്താവ് നിന്നെ കൈവിട്ട് കളയത്തില്ല. കാരണം എന്താണെന്ന് അറിയോ? അവൻ സൃഷ്ടാവാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ സൃഷ്ടാവാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ ഭർത്താവാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ ഉദ്ധാരകനാണ്, മരണത്തിൽ നീക്കുപോക്ക് തരുന്നവനാണ്, നമ്മുടെ കഷ്ടതയിലേക്ക് ഇറങ്ങി വരുന്നവനാണ്, നമ്മുടെ പ്രാർത്ഥന മുറിയിലേക്ക് ഇറങ്ങി വരുന്നവനാണ്, നമ്മുടെ രോഗശൈലിയിലേക്ക് ഇറങ്ങി വരുന്നവനാണ്. അല്ലെങ്കിൽ അവൻ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വന്നവനാണ്. കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് മനസ്സിലാവൂ? പറയുമ്പോ ജോസഫിനെ കാരാഗ്രഹത്തിൽ അടച്ചു, യോസേപ്പിനെ അവിടെ നിന്ന് വിടിവിച്ചു. ഹല്ലേലൂയ. പൗലോസിനെ കാരാഗ്രഹത്തിൽ അടച്ചു, പൗലോസിനെ വിടിച്ചു. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചു, പത്രോസിനെ വിടിച്ചു. അപ്പൊ നമ്മുടെ ദൈവം കാരാഗ്രഹത്തിലും ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പക്ഷെ നീ ദീർഘക്ഷമയോടെ ഇരിക്കണം. കൃഷിക്കാരൻ തന്നെ പലരും ദീർഘക്ഷമയോട് കൂടി ഇരിക്കുന്ന പോലെ വാർദ്ധക്യകാലത്തിൽ അവരൊരു സംരക്ഷണ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നീ കാത്തിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ പ്രത്യക്ഷത എന്ന് പറയുന്ന പ്രത്യക്ഷ യഹൂദന്മാർ യഹോവയുടെ സന്ദർശനത്തെ കുറിച്ച് ഇങ്ങനെ കാത്തിരിക്കുന്നവരാണ്. യഹൂദന്മാര് യഹോവയുടെ സന്ദർശനത്തെ കുറിച്ച് വളരെ കാത്തിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കൾ കർത്താവിന്റെ സന്ദർശനത്തെ കുറിച്ചല്ല കാത്തിരിക്കുന്നത്, ദൈവമക്കൾ കർത്താവിന്റെ പുനരാഗമനത്തെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ഹല്ലേലൂയ. എന്നെ നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ സന്ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നതല്ല, നമ്മുടെ കർത്താവിന്റെ പുനരാഗമനത്തെ കുറിച്ച്, കർത്താവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച്, കർത്താവിന്റെ വരവിനെ കുറിച്ച് ഞാൻ നിങ്ങളും ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. അത് ഇവിടെ ചില കഷ്ടതകളുണ്ട്, ഇവിടെ ചില സങ്കടങ്ങളുണ്ട്, ചില ദുഃഖങ്ങളുണ്ട്, കണ്ണുനീരുണ്ട്. അതിന്റെ നടുവിൽ നീ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങളെ ദൈവം നൽകി തരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. അപ്പൊ നമുക്ക് ഒരുപാട് ത്യാഗങ്ങൾ നമ്മളിവിടെ സഹിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയോ, ഞാനിപ്പോൾ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. എന്നെ കണ്ടാല് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഞാനൊക്കെ ഒരുപാട് ഭാരങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഭാരങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ. കൃഷിക്കാരൻ തന്റെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നതോടെ ഞാൻ ഓരോ വിഷയങ്ങളും ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുക, കർത്താവിന്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി. ഹല്ലേലൂയ. നാറ്റം വെച്ചതിനെ ജീവനോടെ പുറത്തു വരുവാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, നാറ്റം വെച്ച ലാസിന്റെ ജീവനോടെ വാർദ്ധക്യമുറങ്ങി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ, 5 അപ്പം കൊണ്ട് 2 മീനും കൊണ്ട് 5000 പേരെ മരുഭൂമിയിൽ പോറ്റി 12 കൊട്ട നിറച്ചെടുത്ത കർത്താവിനെ എന്റെ നിന്റെ വിഷയത്തിന് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് വാർദ്ധക്യകാലത്ത് ദാവീദ് പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന വാർദ്ധക്യത്തിലേക്ക് മാതാപിതാക്കളോട് പറയട്ടെ, മക്കൾക്ക് നിങ്ങളെ വേണ്ടായിരിക്കാം, മരുമക്കൾക്ക് വേണ്ടായിരിക്കാം, നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് പേരക്കുട്ടികൾക്ക് നിങ്ങളെ വേണ്ടായിരിക്കാം, നിങ്ങളുടെ സ്വന്തക്കാർക്ക് ആർക്കും നിങ്ങളെ വേണ്ടായിരിക്കും. ഹല്ലേലൂയ. ആർക്കും നിങ്ങളെ വേണ്ടെങ്കിലും കർത്താവിന് നിങ്ങളെ ആവശ്യമാണ്.
കാരണം നിങ്ങൾ കർത്താവിൻ്റെ വകയാണ്. ഹല്ലേലൂയ. അവനാണ് നിങ്ങൾക്ക് ജന്മം തന്നത്, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് നിങ്ങൾക്ക് ജീവൻ തന്നത്, അവനാണ് നിങ്ങളുടെ മുമ്പ് ജീവിച്ച് ആസ്വദിച്ചത്. അതുകൊണ്ട് ലോകത്തിൽ നിങ്ങളെ ആർക്കും വേണ്ടെങ്കിലും എൻ്റെ കർത്താവിന് നിങ്ങളെ ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവിനെ കുറിച്ച് കൃഷിക്കാരൻ ഫലത്തിനായി കാത്തിരിക്കുന്നത് പോലെ വിശ്വാസികൾ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കണം. നമ്മുടെ കർത്താവിന്റെ വരവിനായി നമ്മളെപ്പോഴും കാത്തിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, കാണുന്ന ഒരു ഭാഗമുണ്ട്. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 35-36 വാക്യമായിട്ട് കാണുമ്പോൾ വായിക്കുന്നത്, നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവരെപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട്, ഹല്ലേലൂയ, നിങ്ങൾ തുല്യരായിരിക്കും. യജമാനൻ വന്ന് മുട്ടിയാൽ എപ്പോഴും വാതിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ദാസനെ പോലെ, മണവാളനെ എതിരേൽപ്പാൻ കാത്തിരിക്കുന്ന കന്യകമാരെ പോലെ. മത്തായി 25:2 വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഒരു സെക്യൂരിറ്റി നേരം വെളുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ, ഒരു കുട്ടി പരീക്ഷ എഴുതിയിട്ട് തന്നെ അതിന്റെ റിസൾട്ട് കിട്ടാൻ കാത്തിരിക്കുന്ന പോലെ, യുവാക്കന്മാർ ഒരു കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, വിവാഹം നടക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ, വിവിധമായ വിദ്യാഭ്യാസം, ഉന്നത ബിരുദമെടുത്ത് ബിരുദാനന്തര ബിരുദമൊക്കെ എടുത്ത് നല്ല ജോലിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, സ്തോത്രം, വിത്ത് വിതച്ച് അതിന്റെ ഫലത്തിന് വേണ്ടി കൃഷിക്കാരൻ കാത്തിരിക്കുന്ന പോലെ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ കാത്തിരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഈ പകൽ സമയത്ത് ഞങ്ങളോട് പറയട്ടെ, നിന്റെ കാത്തിരിപ്പിന് ദൈവം മറുപടി നൽകാൻ പോവുക. ഈ വിശുദ്ധ സമായുഗത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുന്നത്, നിന്റെ കാത്തിരിപ്പിന് മറുപടി ദൈവം തരാൻ പോവുക. ഒരുപക്ഷെ രോഗമായിരിക്കാം, ഒരുപക്ഷെ കഷ്ടതയായിരിക്കാം, സങ്കടമായിരിക്കാം, സാമ്പത്തിക ഞെരുക്കമായിരിക്കാം, നിന്ദകളായിരിക്കാം, അപമാനങ്ങളായിരിക്കാം, ഈ വർഷം കടന്നു പോകുന്ന മാരകമായ ജീവിത സാഹചര്യങ്ങൾ, വിവിധ രോഗമായിരിക്കാം. പക്ഷെ നീ കാത്തിരിക്കാൻ തയ്യാറായാൽ അവന്റെ അടിപ്പിടരാൾ നിനക്ക് സൗഖ്യം തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. വായിച്ച വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം വായിച്ച പോലെ നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. വായിച്ചവനാണ്, യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. അത് എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നമ്മുടെ കർത്താവ് ഉറപ്പുള്ള പാറയായി ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്വതന്ത്രം പറഞ്ഞാട്ട് കണ്ണുകളടച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഭക്തനായി ദാവീദ് വാർദ്ധക്യകാല സംരക്ഷണത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകൽ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന, യോഗത്തിൽ പങ്കെടുക്കുന്ന, മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവങ്ങളെ ഏൽപ്പിച്ച് കടന്നുവിടാൻ കഴിയാത്ത രോഗിയായി കിടക്കുന്നവരുണ്ട്. ആമേൻ. വിദേശ രാജ്യങ്ങളായിരിക്കുന്നവരുണ്ട്. കർത്താവ് കഷ്ടം സഹിക്കുന്ന നൊമ്പരപ്പെടുന്നവരുണ്ട്. അവരെല്ലാം ഇന്ന് പകൽ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർദ്ധക്യത്തിലും രാജവൃത്തി രചന യാചകരും ഓർഫനേജ് കൊണ്ട് ഇവ തടമുറയിലായി നീകരെ ഞങ്ങൾ സമയത്ത് ഓർക്കുന്നു. കർത്താവ് വിവിധ വിഷയങ്ങളെ മനസ്സ് തകർന്ന് സങ്കടപ്പെട്ട് കടന്നു പോകുന്ന സകല ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.